ഉണക്ക മത്സ്യത്തിന് ഇത്ര ഡിമാൻഡോ? അതറിയണമെങ്കിൽ ലക്ഷദ്വീപുകാരുടെ പ്രധാന വിഭവമായ മാസ്മീൻ ഒന്ന് രുചിച്ചു നോക്കണം. ലക്ഷദ്വീപിൻ്റെ പ്രധാന ഉൽപ്പന്നങ്ങളിൽപ്പെട്ടതാണ് മാസ്. ആ മാസ് ഉണ്ടാക്കുന്ന രീതിയാണിത് നമുക്ക് കാണുന്നത്. ലക്ഷദ്വീപിന്റെ രുചിപ്പെരുമ ലോകത്തിനു മുമ്പിൽ അറിയപ്പെടുന്നത് മാസ്മീനിന്റെ പേരിലാണ്. ദ്വീപിൽ ധാരാളമായി ലഭിക്കുന്ന വൈറ്റ് ട്യൂണ ഫിഷാണ്. ഇതാണ് നമുക്ക് ഈ ട്യൂണ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബോട്ടുകൾ. ഈ ബോട്ടിൽ രാത്രി 2 മണി 3 മണി സമയത്ത് വേറെ ലഗോണിനകത്ത് പോയിട്ട് ചെറിയ മീൻ പിടിക്കും. ട്യൂണ മത്സ്യത്തെ മുറിച്ചെടുത്ത് കടലിൽ കഴുകി ചെമ്പിൽ പുഴുങ്ങി വെയിലത്തുണക്കി ചൂളക്കി വെച്ചാണ് മാസ് തയ്യാറാക്കുന്നത്. ഒരാഴ്ചയെങ്കിലും വെയിലത്തുണക്കിയ ശേഷം വലിയ ചരുവങ്ങളിൽ പുഴുങ്ങിയെടുക്കണം. പിന്നെയാണ് ഇതുപോലെ ദിവസങ്ങളോളം ഉണക്കാനിടുന്നത്. ശേഷം പുക കൊള്ളിച്ച് ഞെരിച്ചെടുക്കുന്ന മാസിന് ലോകവിപണിയിൽ ഇപ്പോഴും നല്ല ഡിമാൻഡാണ്. പുക കൊളിച്ചതിന് ശേഷം വൈകുന്നേരം എടുത്ത് ഞങ്ങൾ ഇതിനെ പീസാക്കി വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്. ഇത് 2 ദിവസത്തെ വെയിലും അത് 1 ദിവസത്തെ വെയിലാണ്. ഇന്നലെ വൈകുന്നേരമാണ് അത് വച്ചിരിക്കുന്നത്. എല്ലാവരും വന്നിട്ട് ഇതിൽ നിന്ന് പച്ച അടക്കം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരും കണ്ടോ, പച്ച കണ്ടോ? ഈ പച്ച നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഒരു കേടില്ലാതെ തിന്നില്ല. എന്താവശ്യം ഉണ്ടെങ്കിലും ഇവിടെ ഇത് കഴിഞ്ഞതിന് ശേഷം 8 വെയിൽ കൊള്ളണം. 8 ദിവസത്തെ വെയിലാണ് ഇതിൻ്റെ കറക്റ്റ് 8 ദിവസത്തെ വെയിൽ കൊണ്ടാൽ ഇത് ശരിക്കും ഉണങ്ങി എല്ലാം കൂടെ ഒരു 4 വർഷം വരെ നമുക്ക് വീട്ടിൽ സൂക്ഷിച്ചു വെക്കാം. ഇത് 8 ദിവസത്തെ വെയിൽ ഫുള്ളായിട്ട് കൊണ്ട് ഉണക്കിയെടുത്തതാണ്. ഇതിനെ ഞങ്ങൾ ചാക്കിലിട്ട് കൊണ്ട് മംഗലാപുരത്തിലേക്ക് അയക്കും. മംഗലാപുരം മുതലാളി വഴി ചെന്നൈയിലേക്ക് പോകും. ചെന്നൈയിൽ നിന്നാണ് കൊളംബോ, ശ്രീലങ്ക എന്ന സ്ഥലത്തിലേക്ക് പോകുന്നത്. കാലക്രമത്തിൽ ദ്വീപിൽ മാസ്മീൻ വ്യവസായവും കുറഞ്ഞു വരികയാണ്. പരമ്പരാഗത രീതിയിൽ മാസ് തയ്യാറാക്കുന്നവർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ദ്വീപിൽ പലപ്പോഴും ആവശ്യത്തിന് മാസ്മീൻ ലഭിക്കുന്നില്ല. ഈ സാമ്പാറിലും മറ്റേ എല്ലാ സംഗതിയിലും ഡാലിലും എല്ലാം ഉപയോഗിക്കാനുള്ള ചട്ടണി, പിന്നെ മുളകിരി, മറ്റ് പല ഐറ്റത്തിലുള്ള എല്ലാ കറിയിലും ഇത് ഉപയോഗിക്കാം. ഇത് ചെത്തി ഇട്ടിട്ടാണ് നമ്മളിത് മിക്സിയിലിട്ട് പൊടിച്ചിട്ടാണ് എടുക്കുന്നത്. അത്രയ്ക്കും നല്ല കാഠിനമായിരിക്കും. മാത്രം പുറത്തൊരു ചെറിയ പൂപ്പ് പോലെ ഉണ്ടാവും. കണ്ടോ, ഇത് ചെറിയൊരു പൂപ്പ് പോലെ ഉണ്ടാവും. ആ പൂപ്പ് തൊലിയാണിത്. ഈ തൊലി കത്തി കൊണ്ട് മെല്ലെ ചെത്തിയിട്ട് പോക്കിക്കഴിഞ്ഞാൽ തലേ തുടച്ച് പോക്കിയാലും വെള്ളത്തിലിട്ടതിന് ശേഷം 1 മണിക്കൂർ 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് കഴിഞ്ഞതിന് ശേഷം ശരിക്കും നമ്മൾ ഇതുപോലെ ചെത്തി ഇത് എന്ത് വേണമെങ്കിലും എന്ത് പരിപാടിക്കും എല്ലാ പരിപാടിക്കും കറി വെക്കാനുള്ള എല്ലാ പരിപാടിക്കും ഇത് നോക്കിக்கலாம்.